സർ, നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി 75 വയസ്സ് തികഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്. രാജ്യമെങ്ങും അത് സേവന ദിനമായി ആഘോഷിക്കുമെന്നാണ് BJP പറയുന്നത്. എന്തായാലും BJP ഒരു നിയമം ഉണ്ടാക്കി വച്ചിട്ടുണ്ട്, 75 വയസ്സിൽ വിരമിക്കണം എന്നുള്ളത്. ഇവിടെ 75 തികഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമോ അതോ തുടരുമോ എന്ന ചോദ്യം ഏറെക്കാലമായി ഉയരുന്നതാണ്. 75 വയസ്സ് തികയുമ്പോൾ അദ്ദേഹം വിരമിക്കുമോ അതോ തുടരുമോ എന്നുള്ളത്. എന്തായാലും ഈ 75ാം ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങളുടെ പട്ടിക നിരത്താനുണ്ട്. അതിനോടൊപ്പം ഉയരുകയാണ് ഈ ചോദ്യം വീണ്ടും: നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരുമോ അതോ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിരമിക്കും? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അതൊരു അലിഖിത നിയമമല്ലേ, അല്ലേ? അതെ, എഴുതി വെച്ചിട്ടൊന്നുമില്ല. അത് ഇടയ്ക്കൊരു സംസാരമായി കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷം ആണ് അതിനെ അങ്ങോട്ട് എടുത്തത്. അവർക്കിത് അറിയേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? BJPയുടെ ആഭ്യന്തര കാര്യമാണ്. അല്ലെങ്കിൽ ഇനി തീർച്ചപ്പെടുത്തുക BJP ഒരാൾക്ക് 85 വയസ്സ് വരെ രാഷ്ട്രീയത്തിൽ തുടരാൻ തീർച്ചപ്പെടുത്തി. അതിനകത്ത് മറ്റുള്ളവർക്ക് ഇടപെടേണ്ട കാര്യം ഇല്ല. അല്ലെങ്കിൽ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ 75 വയസ്സിന് പുറത്തേക്ക് പോകരുത്? പറഞ്ഞിട്ടില്ല. പിന്നെ നരേന്ദ്രമോദിയെ പറ്റി പറയുമ്പോൾ അത് ഇദ്ദേഹം തന്നെ ഒരു സേവകനല്ലേ, സ്വയം സേവകനായി മാറുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തെ എൻ്റെ അമ്മയൊക്കെ അധിക്ഷേപിച്ച് സംസാരിച്ചോടെ പറഞ്ഞത്, എന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും ഞാനതങ്ങ് വിഴുങ്ങും. പക്ഷേ ഈ രാജ്യത്ത് ജനങ്ങളുണ്ട്, അവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വഭാവം ഞാൻ താണ്ഡവമാടും. ഒരു 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 ശിവഭക്തിയിലേക്ക് ഇദ്ദേഹം മാറുകയാണ് ചെയ്തത്. പിന്നെ ലോകത്ത് നാം ഒരിടത്തും പിന്നിലല്ല എന്ന് കഴിഞ്ഞ 11 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തെളിയിച്ചു കൊടുത്തു. അത് ഇനി ഈ ഭരണത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും നമ്മളങ്ങ് ഉച്ചത്തിൽ കയറുമെന്നുള്ളതും ഉറപ്പാണ്. ലോകത്തിൻ്റെ സർവജ്ഞപീഠം കയറും. അദ്ദേഹം സർവജ്ഞപീഠം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ അദ്ദേഹം ഒക്കെ ഈ ശങ്കരാചാര്യരെയൊക്കെ അദ്ദേഹം പലപ്പോഴും പറയാറുള്ളതാണ്. ഗാന്ധിജിയെ പറ്റി പറയാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ 11 വർഷമായിട്ട് നമ്മളങ്ങനെ നമ്മൾ ഒരിടത്തും പിറകിലല്ല. നമ്മളുടെ വാക്കാണ് ലോകം മുഴുവൻ കാതോർക്കുന്നത്. മോദി എന്ത് പറയുന്നു ഇതിനു വേണ്ടി കാത്തിരിക്കും. എവിടെ യുദ്ധമുണ്ടെങ്കിലും അവിടെ സമാധാനത്തിൻ്റെ ഒരു ദൂതനായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത്. പിന്നെ നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് ലോക സമ്പദ് വ്യവസ്ഥയിലെ 3ാം സ്ഥാനത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും മാത്രമല്ല നമുക്ക് നേട്ടമുണ്ടായിട്ടുള്ളത്, ഈ മാനസികമായിട്ടും വലിയ ഒരു ഉയർച്ചയിലെത്തിക്കാനായിട്ട്. അതെ, ഇപ്പോൾ പ്രവാസി ഇന്ത്യക്കാർക്കടക്കം നമുക്കൊരു രക്ഷകനുണ്ട്, എവിടെ ചെന്നാലും നമുക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്, അങ്ങനെ നമ്മുടെ നേർക്ക് ആർക്കും മെക്കിട്ട് കയറാൻ സാധിക്കില്ല എന്നൊരു കൃത്യമായ ഒരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അതിന് കാരണം നരേന്ദ്രമോദിയാണ്. അതാണ് ആ മാനസികമായിട്ടുള്ള ഒരു ഉണർവുണ്ടാക്കി രാജ്യത്ത്. അത് എത്ര രാഷ്ട്രീയവും സാമ്പത്തികമായും ഉന്നമനത്തിലാണെങ്കിലും ഈ മാനസിക ഉന്നമനമാണ് ഏറ്റവും വലുത്. നരേന്ദ്രമോദിയുടെ ഈ ഒരു വരവും പ്രസംഗവും ഒക്കെ കേൾക്കാൻ തന്നെ ധാരാളം ആൾക്കാർ കൂടും. കാരണം ഒരു 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 വലിയൊരു പോസിറ്റീവ് എനർജി ആയിട്ട് പലരും ഇതിനെ കാണുന്നുണ്ടെന്നുള്ളതാണ്. BJPക്കാരല്ലാത്തവർ പോലും എനിക്കറിയാം, ധാരാളം ഈ 2014 മുതൽ ഇങ്ങോട്ട് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ മോദിയുടെ ആരാധകരാണ്. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ 1-2 കാര്യങ്ങളിലേക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇദ്ദേഹം തുടങ്ങി വെച്ച ഈ മൻ കി ബാത്ത്, അതൊരു പ്രധാനമന്ത്രിമാരും അങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിട്ടില്ല. ഇതിനകത്തൊക്കെ തന്നെ
ചില അപൂർവമായിട്ടുള്ള ചില സവിശേഷതകളുള്ള കാര്യങ്ങൾ അദ്ദേഹം എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ പല പല കാര്യങ്ങളെക്കുറിച്ച് പല എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇടമലക്കുടി പഞ്ചായത്ത്, അവിടെ ഒരു സഞ്ചരിക്കുന്ന വായനശാല, അക്കാര്യത്തെക്കുറിച്ച്, വേമ്പനാട്ട് കായലിലെ ഈ പലരും എടുത്ത് തള്ളുന്ന കുപ്പികളൊക്കെ ശേഖരിക്കുന്ന ഒരാളെക്കുറിച്ച്, ആളിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, പിന്നെ ശബരിമലയിൽ തുടങ്ങിയ പുണ്യം പൂങ്കാവനത്തെപ്പറ്റി, അത് പി വിജയൻ IPS ആണ് തുടങ്ങിയത്. മോദിയുടെ പ്രശംസയിൽ വിജയന് കേരളത്തിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വരെ ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ വിത്തുകൾ സംരക്ഷിക്കുന്ന ചെറുവയൽ രാമൻ വയനാട് അത് അങ്ങനെ ഒരാളുണ്ടെന്ന് ലോകം അറിഞ്ഞത് തന്നെ മൻ കി ബാത്തിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോഴാണ്. പത്മശ്രീ കൊടുത്തു. അതിനുശേഷമാണ് ഇപ്പൊ ഒന്ന് പ്രിയങ്ക ഗാന്ധി അദ്ദേഹത്തിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അവിടെ നടക്കുന്നത്. ഇവർക്കൊന്നും അല്ലാതെ കണ്ടെത്താൻ, ഞാൻ ചോദിച്ചോട്ടെ, ചെറുവയൽ രാമനെ പോലെ വേറെ പലരും ഉണ്ടല്ലോ, ഇവർ കണ്ടുപിടിക്കട്ടെ അല്ലേ? നമ്മുടെ ഈ പാരമ്പര്യ വൈദ്യം ചെയ്യുന്ന ലക്ഷ്മിക്കുട്ടി, അതെ, ഈ ആദിവാസി വൈദ്യം, പിന്നെ വിദുര ഭാഗത്തുള്ള സെറ്റിൽമെന്റില് കോളനിയില്. അല്ലെ, ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ പണ്ട് നമ്മള് ഈ പത്മശ്രീ കൊടുക്കുന്നത് ആർക്കാണ് കണ്ടിട്ടുള്ളതൊക്കെ, അല്ലെങ്കിൽ പത്മ പുരസ്കാരങ്ങളൊക്കെ തന്നെ വലിയ ഏതൊക്കെ വ്യവസായികള്, പിന്നെ മറ്റേതെങ്കിലും കുറെ പ്രാഞ്ചിയേട്ടന്മാർക്കാണ്. ഇവര് തയ്യാറാക്കുന്ന ഒരു ബയോഡേറ്റയുണ്ട്, അതനുസരിച്ചാണ്. ഇപ്പൊ പത്മശ്രീ ആർക്കൊക്കെ എവിടൊക്കെ കുപ്പയിലെ മാണിക്യത്തിനായിരിക്കും വന്ന് വീഴുന്നത്. കുപ്പയിലെ മാണിക്യങ്ങളെ കണ്ടെടുത്ത് അവരെ ഉചിതമായി ആദരിക്കുകയാണ്. അതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, സ്വദേശി ഉൽപ്പന്നങ്ങള്, അത് വലിയ കാര്യമല്ലേ? എത്രയോ ബിസിനസ്സുകള്, ചെറിയ ചെറിയ കാര്യങ്ങള് ഇല്ലാതായി പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇത് കേരളത്തില് ഇത് നല്ല രീതിയിൽ കൊണ്ടുവരാവുന്നതാണ്. കേരളത്തിൽ മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന, കേരളത്തിന്റെ തനത് പ്രൊഡക്റ്റുകളുണ്ട്. തമിഴ്നാടിനുള്ള പ്രൊഡക്റ്റ് ആയിരിക്കത്തില്ല നമുക്കുള്ളത്, ബംഗാളികൾക്ക് വേറൊന്നായിരിക്കും. അപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും ആ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ, പ്രൊഡക്റ്റ് മുഴുവൻ ഒന്നിപ്പിക്കുക, ഇന്ത്യ മുഴുവൻ ഒരു ലോക വിപണിയായിട്ട് ഇന്ത്യയെ മാറ്റുക. സമ്പദ് വ്യവസ്ഥ അങ്ങനല്ലേ വളർന്നിട്ടുള്ളതൊക്കെ. സാർ, സാമ്പത്തിക വിഷയം അവിടെ നിൽക്കട്ടെ, സുരക്ഷയുടെ കാര്യത്തിൽ അതെ 3 സർജിക്കൽ സ്ട്രൈക്കുകൾ എന്ന് തന്നെ പറയാം അല്ലേ? അതെ, അതിലൂടെ ചുട്ട മറുപടിയാണ് ഭീകരതയ്ക്ക് നൽകിയത്. ലോകം മുഴുവനും അദ്ദേഹം എവിടെ ചെന്നാലും പറയുന്ന ഒരു വാക്ക് ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ ഒരുമിക്കണം എന്നാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഈ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകത്തിന് ഒരു വലിയ ദുരന്തം, ഒരു നാശം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഭീകരതയാണ്. ഈ മതഭീകരതയ്ക്കെതിരെ നമ്മൾ ഒരുമിക്കണം, മാനവികതയ്ക്ക് അതെതിരാണ് എന്ന സന്ദേശം കൊടുക്കുന്ന കാര്യത്തിൽ നരേന്ദ്രമോദി വളരെ ജാഗരൂകനാണ്. എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ കണ്ടല്ലോ ഇന്ത്യയുടെ കരുത്ത് എന്താണെന്ന്. അതിലൂടെ പ്രതിരോധ രംഗത്ത് നമുക്കുണ്ടായിരിക്കുന്ന നേട്ടങ്ങൾ, പ്രതിരോധ രംഗത്ത് ആയുധ കയറ്റുമതിയിൽ നമ്മൾ കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ ഒക്കെ ഇന്ന് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ വന്ന് അവസാനിപ്പിക്കാം. 75 അല്ലേ? അതെ, തുടരും. നമ്മള് പിന്നെ വിരമിക്കുമോ തുടരുമോ? VS അച്യുതാനന്ദന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന പ്രായം നോക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് ഇനിയും പ്രധാനമന്ത്രിയായിട്ടിരിക്കാൻ ഏറെക്കാലം ഉണ്ട്. അംഗത്തിന് ബാല്യമുണ്ട്. കാരണം അതേപോലെ തന്നെ ആരോഗ്യവും ദിനചര്യയും ചുറുചുറുക്കും ചിട്ടയും വാക്കിലും നടപ്പിലും ചിന്തയിലും ഒക്കെ തന്നെ ഒരു ചുറുചുറുക്കുണ്ടെന്നുള്ളതാണ്. ഊർജ്ജസ്വലനാണ്. അതാണ് നമ്മളെയൊക്കെ ഈ 150 കോടി ജനങ്ങളെയും മുഴുവൻ ഒരു ആവേശഭരിതരാക്കുന്നതും അതുകൊണ്ടാണ്. അദ്ദേഹം നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ആ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒറ്റ വാക്കിലൂടെ, രാജ്യത്തെ ജനങ്ങളെ പറ്റി പറയരുത്, എന്നെ പറ്റി നിങ്ങൾ എന്തും വേണമെങ്കിൽ പറഞ്ഞു. അപ്പം ഞാൻ സഹിക്കും, പക്ഷേ ജനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. അപ്പം ഇത് RSSൽ നിന്ന് തുടങ്ങി വെച്ച ഈ 75 എന്നുള്ളത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം മോദി ലോകത്ത് പല കാര്യങ്ങൾ ഇന്ത്യയുമായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. മോദി തുടങ്ങി വെച്ചതാണ്. അത് തുടർന്നും മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മോദി ആ സ്ഥാനത്ത് തന്നെ ഇരിക്കണം. 2029 നേരിടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മോദി തന്നെ നയിക്കണം. എങ്കിൽ വീണ്ടും
അധികാരത്തിലേക്ക് വരും. അപ്പം മോദിക്ക് ശേഷം പിന്നെ ആരും ഇല്ലെന്നല്ല പറയുന്നത്, മോദിയുടെ വ്യക്തിപ്രാഭവം എന്ന് പറയുന്നത് അതിന് തുല്യമായിട്ട് വേറൊന്നില്ല എന്നുകൂടി. അപ്പം അദ്ദേഹം ആരോഗ്യ സൗഖ്യത്തോടുകൂടി ഇനിയും നമ്മുടെ രാജ്യത്തെ ദീർഘനാൾ തുടരട്ടെ എന്നാണ് ആശംസ. ജന്മദിന ആശംസ കൂടി നമുക്ക് നേരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.